നമസ്കാരം. ഡെമോക്രസിയാണ് ആദ്യം പ്രധാന തല്ലിക്കെട്ടുകൾ. തൃക്കണ്ണ് തുറന്ന് മന്ത്രി പുറത്തായതിന് പിന്നാലെ കഥകൾ നിരവധിയായി പരക്കുന്നു. പുതിയൊരു വാർത്താ ചാനൽ എന്ന നിലയ്ക്ക് സ്വാഭാവികമായി ഒരു എക്സ്ക്ലൂസീവ് വാർത്തയുമായാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. എനിക്ക് കുട്ടിയോട് ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. ഒന്നുമല്ല, മാഷ് നോണറിയാം. ഈടെ മാഷ് ഒരു താല്പര്യമില്ല. ഇല്ല ചക്കരെ, അങ്ങനെ ഒന്നുമില്ല. മുഖ്യമന്ത്രിയോട് എല്ലാം തുറന്നു പറഞ്ഞതിന് പിന്നാലെ ജുഡീഷ്യൽ അന്വേഷണം. അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. ആ നിമിഷം ഞാൻ ഉണർന്നേനെ. മാധവൻകുട്ടി നല്ല നമസ്കാരം പറഞ്ഞ് AK ശശീന്ദ്രനെ പിണറായി യാത്രയാക്കി. മംഗളം നേരുന്നു ഞാൻ മനസ്വിനി, മംഗളം നേരുന്നു ഞാൻ. UDF വിട്ട കുഞ്ഞുമാണി കുഞ്ഞാലിക്ക് വേണ്ടി മലപ്പുറത്തെത്തി. പ്രചാരണ തിരക്കിൽ നിന്നും ഓടിയെത്തി കുഞ്ഞാലിക്കുട്ടി മാണി സാറിനെ കണ്ടു. അങ്ങനൊന്നും വേണ്ടി വന്നില്ലല്ലോ എന്നുള്ള സമാധാനമാണ്. മൂന്നാറിൽ കുളിർക്കാറ്റില്ല, അന്തരീക്ഷം വീണ്ടും ചൂടുപിടിച്ചു. LDFന്റെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ് ആരും മന്ത്രിയാണാലും മന്ത്രി ആയിട്ടുള്ളൂ. അവർക്ക് കിട്ടിയിട്ടുള്ള ആനുകൂല്യവും ജനം തന്നതിന്റെ ഒരു വിഹിതമാണ്. ഒരു കാരണവശാലും കയ്യേറ്റം നടത്താൻ അനുവദിക്കാതെ എല്ലാം എത്രയും പെട്ടെന്ന് ശരിയാക്കുമെന്ന് പിണറായി മുഖ്യൻ. അപ്പോൾ വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം കണക്കാക്കി, അതിൽ തന്നെ താമസിക്കാനിടയുള്ളവരുടെ എണ്ണം കണക്കാക്കി ഉള്ള ഒരു നിലപാടേ എടുക്കാൻ പാടും. ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമായി എന്നാണ് സാധാരണ പറയാറ്. എന്നാൽ തൽക്കാലത്തേക്ക് അതൊന്ന് മാറ്റുകയാണ്. ഒന്ന് ചീഞ്ഞ് മറ്റൊന്ന് നാറി എന്നാക്കിയിരിക്കുന്നു. AK ശശീന്ദ്രൻ്റെ രാജിയിലേക്ക് എത്തിച്ച സംഭവവികാസങ്ങളിലേക്കാണ് വരുന്നത്. ജനങ്ങളുടെ പ്രതിനിധിയായി ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ചെയ്യുന്നതും പറയുന്നതും 2 തവണ ചിന്തിച്ചു വേണമെന്നിരിക്കെ ഒരു ആക്ഷേപത്തിൻ്റെ പേരിൽ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു. എവിടെയും ഒരു ആരോപണമില്ലാതിരിക്കെ ഒരു ചാനലിന് പണി തുടങ്ങാൻ വേണ്ടി കണ്ടെത്തിയ കെണി. എന്നാൽ ഈ ഒരു ഒറ്റ വാർത്ത കൊണ്ട് ആ ചാനൽ ചാപിള്ളയായി. നമസ്കാരം. ഗുഡ് ഈവനിംഗ്. NBI ന്യൂസ് ബ്യൂറോ ഓഫ് ഇന്ത്യ. സത്യസന്ധമായ വാർത്തകൾക്ക് മുഖവര ആവശ്യമില്ല. അതുപോലെ തന്നെ യാതൊരു മുഖവരയും കൂടാതെ NBI ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങളുടെ മുന്നിലേക്ക് പുതിയൊരു വാർത്താ ചാനൽ എന്ന നിലയ്ക്ക് സ്വാഭാവികമായും ഒരു എക്സ്ക്ലൂസീവ് വാർത്തയുമായാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. എനിക്ക് കുട്ടിയോട് ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. ഒന്നുമല്ല, മാഷ് നോണറിയാം. ഈടെ മാഷ് ഒരു താല്പര്യമില്ല. ഇല്ല ചക്കരെ, അങ്ങനെ ഒന്നുമില്ല. ചക്കരേന്ന് കള്ളൻ, ഫ്രോഡ്. മാഷ് ഇന്ന് ക്ലാസ്സിലുണ്ടായിരുന്ന സമയം മുഴുവൻ ആ സരിതയുടെ നെഞ്ചത്തോട്ട് നോക്കി നിൽക്കണ കണ്ടല്ലോ. ദേ കുട്ടി, വെറുതെ ആരോപണങ്ങൾ പറയരുത് കേട്ടോ. ഞാൻ ആകെ ഒരു നെഞ്ചത്തോട്ട് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ആരുടെ? അത് ഞാൻ പറയണോ? സരിതയുടെ അല്ലേ? ദേവണ്ണേ, നിന്നെ ഞാൻ ഒന്ന് പോ മാഷ്. മാഷ് ഒന്നും ചെയ്യില്ല. ഞാൻ കെമിസ്ട്രി മാത്രമല്ല പഠിപ്പിക്കുക. മോള് എന്ത് ഡ്രസ്സാ ഇട്ടേക്കണേ? ഫ്രോക്കാ. കളർ എന്താ? മഞ്ഞ. ഞാനും മഞ്ഞയാ. എന്തൊരു മനംപുരിത്തല്ലേ. എന്താ ഒന്നും മിണ്ടാതെ? ഞാൻ ഒന്ന് തിരിഞ്ഞു കിടന്നത്. കിടക്കുക. ഞാനും കിടക്കുക.
ഈ ചാനൽ ജനിച്ചത് തന്നെ ചാപിള്ളയായിട്ടാ. ഒരു ലോഞ്ചിങ് പ്രോഗ്രാം പോലും കോൺഫിഡൻഷ്യൽ ആയിട്ട് ചെയ്യാൻ കഴിയാത്ത നിന്നെ കണ്ടിട്ടാണോ ഞാൻ കാശ് മുടക്കേണ്ടത്? മതി, മടക്കി കെട്ടിയരെ. താനൊരു വെട്ടിൽ വീണു എന്നറിഞ്ഞതോടെ പിണറായി മുഖ്യനോട് മന്ത്രി കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു. എന്നാൽ മനസാക്ഷിക്കനുസരിച്ച് തീരുമാനമെടുക്കാം എന്നായിരുന്നു മുഖ്യമന്ത്രി തന്നോട് പറഞ്ഞത് എന്നായിരുന്നു ശശീന്ദ്രൻ വ്യക്തമാക്കിയത്. അതേസമയം ധാർമ്മികതയ്ക്ക് മാത്രം പ്രാധാന്യം നൽകിയ പിണറായി മുഖ്യൻ മന്ത്രിയോട് രാജിവെക്കണ്ട എന്ന് മാത്രം പറഞ്ഞില്ല. എൻ്റെ അറിവിൽ എന്നെ ഏതാവശ്യത്തിന് സമീപിക്കുന്ന ആരോടും നല്ല നിലയിൽ മാത്രമാണ് പ്രതികരിച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അസാധ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നെ സമീപിക്കുന്നത് എങ്കിൽ പോലും പരമാവധി നല്ല നിലയിൽ സംസാരിക്കാനാണ് ഞാൻ ശ്രമിച്ചു പോന്നിട്ടുള്ളത് ഇതുവരെയായി. എൻ്റെ ആ സ്വഭാവത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ മാധ്യമ സുഹൃത്തുക്കൾ എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു വീഴ്ച സംഭവിച്ചിട്ടുള്ളതായി എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ശരിയാ, ഞാൻ തെറ്റ് ചെയ്തു, ചെയ്യാൻ പാടില്ലാത്തൊക്കെ ചെയ്തു, എന്റെ മദ്യത്തിന്റെ ലഹരി ചെയ്തു പോയതാ. പക്ഷെ അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിലോ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിലോ. അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിലോ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. ആ നിമിഷം ഞാൻ ഉണർന്നേനെ മാധവൻകുട്ടി, ഞാൻ ഉണർന്നേനെ. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഇതിലെ ശരിതെറ്റുകൾ അദ്ദേഹം വസ്തുനിഷ്ഠമായി ഏത് ഏജൻസിയെ വെച്ച് വേണമെങ്കിലും അന്വേഷിക്കട്ടെ. ആ അന്വേഷണത്തിലൂടെ എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ എൻ്റെ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഞാനും നാളിതുവരെ ഉയർത്തിപ്പിടിച്ച ഒരു രാഷ്ട്രീയ ധാർമ്മികതയുണ്ട്. എൻ്റെ പേരിൽ എൻ്റെ പാർട്ടിയിലെ ഒരു പ്രവർത്തകനും തലകുനിച്ച് നിൽക്കേണ്ടി വരികയില്ല എന്നതാണ് ഞാൻ എല്ലാ കാലത്തും എടുത്തിട്ടുള്ള നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആക്ഷേപം അല്ലെങ്കിൽ ആ കുറ്റം ഏറ്റുകൊണ്ടല്ല അദ്ദേഹം രാജിവെച്ചിട്ടുള്ളത്. അദ്ദേഹം അതിലെടുത്ത നിലപാട് ഇത്തരമൊരു പ്രശ്നം ഉയർന്നു വന്നപ്പോൾ ഇതിൽ അന്വേഷിക്കേണ്ടതുണ്ട്, ആ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ താൻ അധികാരത്തിൽ ഇരിക്കുന്നത്, മന്ത്രിയായിരിക്കുന്നത് ശരിയല്ല എന്ന ധാർമ്മിക നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. പക്ഷേ ഇതിന് രണ്ട് വശമുണ്ട്, നമ്മളത് കാണേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയായാൽ ഒരു പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ ഒരു പ്രശ്നം ഉയർന്നു വന്ന് രാജിവെക്കുന്ന നില വരുമ്പോൾ അത് സാധാരണ നിലക്ക് വസ്തുതയല്ലാത്തൊരു കാര്യമാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രോത്സാഹനമായിട്ട് വരുമല്ലോ. അപ്പോൾ എപ്പോഴും എന്താണ് എന്ന് പ്രാഥമികമായി പരിശോധിച്ച് ഒരു നില വന്നതിന് ശേഷമാണ് സാധാരണ നിലക്ക് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹം തൻ്റെ ധാർമ്മിക നിലപാട് ഇതാണെന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചപ്പോൾ അതിൽ പിന്നെ ഇടപെട്ട് തിരുത്താൻ പോയിട്ടില്ല, അത് സ്വീകരിക്കുകയാണ് ചെയ്തത്. ഏതുതരം അന്വേഷണമാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഓപ്ഷനാകുന്നതിനെക്കുറിച്ച് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അത് ഗവൺമെൻറ്റിൻ്റെയും മുന്നണിയുടെയും താല്പര്യമനുസരിച്ചുള്ള അന്വേഷണമായിരിക്കണം. എനിക്ക് താല്പര്യമുള്ള അന്വേഷണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഇതിൽ നിങ്ങൾക്കെല്ലാം ബോധ്യമുള്ളൊരു കാര്യമുണ്ട്, ഇത്തരത്തിലൊരു വാർത്ത സ്വാഭാവികമായും വരില്ലല്ലോ. ഒരു അസ്വാഭാവിക വാർത്തയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന കാര്യം ഞാൻ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. പൊതുവിൽ സമൂഹവും ആ ധാർമ്മിക നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഗവൺമെൻറ് ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായുള്ള അതിക്രമങ്ങൾ തടയുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മന്ത്രിയുടെ പേരിൽ തന്നെ ആരോപണം ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഗവൺമെൻറ് സ്ത്രീ സുരക്ഷ നൽകുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നുവെന്നാണ്. കേരളത്തിലെ സ്ത്രീകൾക്ക് സ്വൈര്യമായി യാത്ര ചെയ്യാനോ മന്ത്രിമാരെ കണ്ട് പരാതി പോലും പറയാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് വലിയ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഏതായാലും മുഖ്യമന്ത്രി എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് ഞങ്ങൾ കാത്തിരിക്കുക. അത് സംബന്ധിച്ച് ഏത് അന്വേഷണമായാലും അത് തീരുമാനിക്കട്ടെ എന്ന നിലയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണമാകാമെന്നാണ് കാണുന്നത്. അപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, ആരന്വേഷിക്കുമെന്നുള്ളത് ബുധനാഴ്ച ചേരുന്ന ക്യാബിനറ്റ് തീരുമാനിക്കും. മംഗളം നേരുന്നു ഞാൻ മനസ്വിനി, മംഗളം നേരുന്നു ഞാൻ. അലിഞ്ഞു ചേർന്നതിൻ ശേഷമെൻ ജീവനെ
അങ്ങനെ പ്രതീക്ഷിച്ചത് സംഭവിച്ചു. സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ഇനിയെല്ലാം അന്വേഷണ കമ്മീഷൻ കണ്ടെത്തും. അതിനിടയിൽ ഇങ്ങനെയൊരു കുരുക്കുണ്ടാക്കിയ ചാനലോ മറ്റു മാധ്യമങ്ങളോ ഇതിനുള്ളിലെ സത്യാവസ്ഥകൾ പുറത്തു കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം. അതിനിടയിലും അടുത്ത മന്ത്രി ആരെന്നത് ചർച്ചയായി. NCPയുടെ മന്ത്രി ആരാണെന്നുള്ളത് CPM തീരുമാനിക്കില്ല, അത് NCP ആണ് തീരുമാനിക്കേണ്ടത്. അത് അവരാണ് എടുത്ത് തീരുമാനിച്ച് ഇടതുപക്ഷ മുന്നണിയെ അറിയിക്കേണ്ടത്. അതൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് പിന്നാലെ നിങ്ങൾ വെറുതെ പോയി. NCPയും CPMഉം തമ്മിൽ എന്തോ പ്രശ്നം, അങ്ങനെയൊന്നും മനപ്പായസം ഉണ്ട. അതൊന്നും ഇന്നത്തെ മുന്നണിക്ക് നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ വളരെ യോജിപ്പോട് കൂടി തന്നെ പ്രവർത്തിക്കുക. പിന്നെ ഇക്കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് മുന്നണിയും എൻ്റെ NCPയുടെ ദേശീയ നേതൃത്വവുമാണ്. അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതേക്കുറിച്ച് പരിഗണിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇനി ഇടവേളയാണ്. അത് കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി കുഞ്ഞുമാണി.